ഇന്ന് നമുക്ക് പീഡനം എന്ന വാക്കിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. പണ്ട് കാലങ്ങളിൽ വിരളമായി മാത്രം കേട്ടിരുന്ന ഒരു വാക്കാണ് ഇന്ന് നാം നിരന്തരം കേൾക്കുന്ന പീഡനം എന്ന വാക്ക്. ഇന്ന് MS സുബ്ബലക്ഷ്മിയുടെ സുപ്രഭാതം കേൾക്കുന്നത് പോലെയാണ് ദൈനംദിന ജീവിതത്തിൽ പീഡനം എന്ന വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞ് പീഡന പരമ്പരകൾ അരങ്ങേറുന്നുണ്ട്. വാർത്താ മാധ്യമങ്ങൾ തുറന്നാലും എവിടെ നോക്കിയാലും കൊലയും കൊള്ളയും പീഡനവും ഇല്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഇന്നില്ല. എന്താണിതിന് കാരണം? കുറച്ചു കാലം മുമ്പ് വരെ മാതാപിതാക്കളെ കണ്ടും അവരുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചുമാണ് ജീവിച്ചിരുന്നത് കുട്ടികൾ. അവർ തെളിക്കുന്ന വഴിയാണ് നടന്നിരുന്നത്. ഇന്നങ്ങനെയല്ല. പ്രായത്തിനനുസരിച്ച് ഇന്നത്തെ കുട്ടികൾ തന്നെയാണ് പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾ അവരുടെ അവസ്ഥയേക്കാളും വലുതാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പല തീരുമാനങ്ങളും പാളിപ്പോകുന്നു. അങ്ങനെ പീഡനം പോലുള്ള ചതിക്കുഴികളിൽ വീണു പോകുന്നു. ഒരു പെൺകുട്ടിയുടെ ബാല്യം എന്ന് പറയുന്നത് മഴവില്ല് പോലെ 7 നിറങ്ങൾ നിറഞ്ഞതാണ്. പക്ഷേ പിന്നീട് അവൾ തന്നെ അതിൻ്റെ നിറം കറുപ്പിക്കുന്നു. നന്മതിന്മകൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ എല്ലാ പെൺകുട്ടികളും ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ എന്ന് മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ. മഴവില്ലു പോലേഴു നിറങ്ങളാൽ മനം കുളിർപ്പിക്കും നിൻ ബാല്യകാലം. വെള്ളിക്കൊലുസിട്ട പെണ്ണെ, തുമ്പിയെ പോലെ തുള്ളിക്കളിക്കുന്ന തുമ്പപ്പൂ പോലുള്ള കുഞ്ഞേ, പാതി വിരിഞ്ഞൊരാ പൂവ് പോലുള്ള നിൻ പുഞ്ചിരി മായാതെയെന്നും ആധരത്തിൽ കണ്ടെങ്കിൽ, കൗതുകം വിരിയുമാ കൺകളിൽ കണ്ണുനീർ പൊടിയാതിരുന്നെങ്കിൽ, കൗമാരകാലമാവുമ്പോഴേക്കും കൗശലക്കാരടുത്തുകൂടും സുന്ദരമോഹന വാഗ്ദാനങ്ങളാൽ സുസ്മേരവദനന്മാരായി ചമഞ്ഞവരെത്തും. ചാഞ്ചാടരുതേ നിൻ മനമൊരിക്കലും, സൗഭാഗ്യം നൽകുവാനല്ല നിന്നിലെ സൗരഭ്യം നുകരുവാൻ മാത്രമാണാ നോട്ടം. നിൻ മനസ്സിൻ നൈർമല്യമറിയാനല്ല, നിന്നെ തകർക്കുവാൻ വേണ്ടി മാത്രം. ആയ കാലം നിന്നെ പോറ്റാമെന്നവർ പറയും, ആലവട്ടം വെഞ്ചാമരം വീശി നിന്നെ വാഴിക്കാമെന്നവർ ചൊല്ലും. വൃഥാ ആയുസ്സെടുക്കാനാണെന്നറിഞ്ഞിടുക, വാരിക്കുഴി തീർത്തിട്ടു കാത്തു നിൽക്കുന്നവർ വീഴാതെ നീ തന്നെ നിന്നെ കാത്തുകൊള്ളുക. പാകമാവുമ്പോൾ ഫലം തിന്നാൻ കാകനായി കഴുകനായി അടുത്തുകൂടുന്നവർ കാലനാണെന്നറിഞ്ഞു നീ മുന്നേ ഓടുക. അമ്മതൻ വാക്കുകൾ സദാ ഓർത്തിടുക, അകാലത്തിൽ കൊഴിയാതിരിക്കാൻ വേണ്ടി മാത്രം. അകാലത്തിൽ കൊഴിയാതിരിക്കുവാൻ വേണ്ടി മാത്രം.